നാട്ടുകല്ല് വലിയുല്ലാഹിൽ മക്കാം. ഈ മക്ബറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വലിയ കല്ലാണ്. ഈ കല്ല് ഇവിടെ സ്ഥാപിച്ചതല്ല, ഇതൊരു മീസാൻ കല്ലായിരുന്നു. പിന്നീട് ഈ മീസാൻ കല്ല് വളർന്ന് വലുതാകാൻ തുടങ്ങി എന്നതാണ് പഴമക്കാർ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കേരളത്തിലെ ജാറങ്ങളുടെ കഥ പറയുമ്പോൾ പാലക്കാട് പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു ജാറത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. ആ ജാറത്തിൽ അടക്കപ്പെട്ട വ്യക്തിയേക്കാൾ ഹൈലൈറ്റ് ആകുന്നത് അവിടെയുള്ള മീസാൻ കല്ലിനെ കുറിച്ചാണ്. ആ മീസാൻ കല്ലിനെ കുറിച്ച് ഒരു സുഹൃത്ത് പറയുന്ന ഭാഗം നമുക്ക് കേൾക്കാം. നാട്ടുകല്ല് വലിയുല്ലാഹിൽ മക്കാം. ഈ മക്ബറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വലിയ കല്ലാണ്. ഈ കല്ല് ഇവിടെ സ്ഥാപിച്ചതല്ല, ഇതൊരു മീസാൻ കല്ലായിരുന്നു. പിന്നീട് ഈ മീസാൻ കല്ല് വളർന്ന് വലുതാകാൻ തുടങ്ങി എന്നതാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ ഈ മീസാൻ കല്ലിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ, അത് നിന്നുപോയതാണ്, വളർച്ച നിന്നുപോയതാണ്. ഇല്ലെങ്കിൽ അത് വളർന്ന് ആകാശം മുട്ടിയേനെ എന്നാണ് ചരിത്രം പറയുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ സംസാരത്തിൽ നിന്ന് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. ഏതായാലും അതിൻ്റെ വളർച്ച നിൽക്കാനുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. മമ്പുറത്തെ തങ്ങൾ അദ്ദേഹം വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് വന്ന സമയം, ഇത് വളർന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് കേൾക്കാം. ഈ കാണുന്ന മീസാൻ കല്ലിൻ്റെ വലുപ്പം കണ്ടിട്ടല്ല ഈ മഹാന് ജനമനസ്സുകൾ തിരിച്ചറിഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പല ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഇവിടെ സിയാറത്തിന് വരാറുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുപ്പാപ്പയെ പോലത്തെ മഹാന്മാർ ഈ മക്കാമിലേക്ക് സിയാറത്തിന് വരാറുണ്ട്. ഇവിടുത്തെ മീസാൻ കല്ല് ഇങ്ങനെ വളർന്ന് വലുതാകുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുപ്പാപ്പ ആ കല്ലിൽ വടികൊണ്ട് അടിക്കുകയും ഇനി മതി വളർന്നത്, ഇവിടെ കിടക്കുന്ന മഹാന്റെ മഹത്വം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ആ കല്ലിൻ്റെ വളർച്ച നിലച്ചുപോയത്. അപ്പോൾ ഇതാണ് ചരിത്രം. ഇതെന്തിനാണ് ഈ രൂപത്തിൽ കല്ല് വളർന്നത്? മഹാന്റെ വലിപ്പം നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. മഹാൻ ആരാണെന്നറിയില്ല, ഊരും പേരും അറിയില്ല, ശുഹ്റത്തൊട്ടും കൂറാവില്ല എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഇദ്ദേഹം ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല. ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇൻഷാ അല്ലാഹ് എൻ്റെ ബാക്കി സംസാരങ്ങളിൽ വരുന്നുണ്ട്. ഏതായാലും അങ്ങനെ മഹാന്റെ ശ്രേഷ്ഠതയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അവിടെ വളർന്ന കല്ലാണ് ഈ മീസാൻ കല്ല്. ആ മീസാൻ കല്ല് അവസാനം വളർന്ന് പന്തലിച്ചപ്പോൾ മമ്പുറത്തെ തങ്ങൾ വന്ന് ഒരടി ക്ലോസായി. അവിടെ അതിൻ്റെ വളർച്ച നിന്നുപോയി. പിന്നെ അവിടെ നിന്ന് ഒരു കല്ല് കൊഴിഞ്ഞു വീണു, അത് റോട്ടിലേക്കാണ് വീണത്. ഇപ്പോൾ ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ആ കല്ല് അവിടെ നിന്ന് എടുത്ത് മാറ്റി. അതിനു മുമ്പ് വരെ അവിടെ ചവിട്ടരുത്, ആ കല്ലിനെ പോലും